ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാമത്തെ ട്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് എന്ന് പറയുന്നത് മൂന്നാറിലേക്കാണ്. അപ്പം മൂന്നാർ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ലഗേജ് എല്ലാം ബാക്കിലുണ്ട് ഗായ്സ്. നമ്മൾ 2 ദിവസത്തിന് മൂന്നാർ പോവാണ് ഗായ്സ്. അതെ, ലിവിന്റെ വീഡിയോ ഇട്ടപ്പോ ഒരാൾ കമന്റ് ഇട്ടിരുന്നു, ആരതി ബോഡിയുടെ ലുക്ക് ഉണ്ട് പറഞ്ഞിട്ട്. ഇത് ഞങ്ങളെ കുട്ടിയാണ്, ഞങ്ങളെ കുട്ടിയാണ്. ഇതിങ്ങനെ ആരതി അത് ഞങ്ങളെ കുട്ടിയാണ്. അപ്പളേക്ക് ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാല് മൂന്നാർ നല്ല പോകുന്നത്. ഞങ്ങൾ ഇന്നലെ സ്നേഹയുടെ വീട്ടിലാണ് സ്റ്റേ ചെയ്തിരുന്നത്. അപ്പോ ഒരൊറ്റ ദിവസം ഗായ്സ്, ഞാൻ ഒരു ദിവസം കൂടി ചോദിച്ചപ്പോ ചൊറിഞ്ഞ് എന്നെ ഇങ്ങോട്ട് തന്നെ കൊടുത്തു. അത് എനിക്ക് 4 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ലീവ് കഴിഞ്ഞ് പോകാൻ വേണ്ടിട്ട്. പിന്നെ ഇനി 4-5 മാസം കഴിഞ്ഞിട്ട് വരുള്ളൂ. അപ്പൊ കുറച്ച് ദിവസം കൂടി വീട്ടിൽ നിൽക്കാൻ തോന്നി. ഞങ്ങൾ വെറുതെ ഇറങ്ങിയിരിക്കാം. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. സ്നേഹയുടെ വീട്ടിൽ നിന്ന് ചായയോ ജ്യൂസോ ചായ ഇപ്പൊ ഒന്ന് കുടിച്ചിട്ടുള്ളൂ. അപ്പൊ ഞങ്ങള് ചായ ജ്യൂസ് എന്തെങ്കിലും കുടിച്ചിട്ട് അങ്ങനെ നേരെ മണലായി പോവാന്നുള്ളൊരു പ്ലാൻ. മണലായി എന്ന് പറഞ്ഞ ഞങ്ങൾ അങ്ങോട്ട് പോവാൻ നിൽക്കാണ്. അപ്പൊ നല്ല മഴക്കാറുണ്ട്. പിന്നെ ഇനി ഇവനെയും കൊണ്ട് പതുക്കെ പോണം. ഇവൻ സഹകരിച്ചാൽ മാത്രമേ ഞങ്ങളെ ചായ കൂടിയും കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. പക്ഷെ ചില സമയത്തൊക്കെ ആള് പോവട്ടെ. ഞങ്ങളെ ഫുഡ് കഴിക്കാൻ വേണ്ടി 2 വട്ടം ഞങ്ങൾ ഹോട്ടലിൽ കയറി. 2 സമയത്ത് ഇവനെ പാല് കൊടുത്തോടെ ഉറക്കിയിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകും. ആള് മിണ്ടാതെ ഇങ്ങനെ പതുക്കെ നാട്ടി കൊടുത്തു കഴിഞ്ഞാല് മൂപ്പര് കിടന്നോളും. അവന് ഗ്യാസിന്റെ നല്ല ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ അത് കാണിക്കുന്നത്. ഞങ്ങളിത് കുറെ ഡോക്ടർമാരെ കാണിക്കുന്നു. പക്ഷെ എല്ലാരും പറഞ്ഞു ഈ പ്രായത്തിൽ ഉണ്ടാവും, ഈ പാല് കുടിക്കുന്നോണ്ടാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പൊ മരുന്ന് കൊടുക്കൽ നിർത്തി ഞങ്ങള്. പിന്നെ ഇതിനോന്റെ വായയില് പുണ്ണുണ്ട്. അതൊക്കെയാണ് പ്രശ്നങ്ങളാണ്. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ അല്ലേ. അപ്പൊ നമുക്കൊരു ചായ കുടിച്ച് വരാം. അപ്പൊ അതേ നമ്മൾ മൗസിയുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഒരാളാണെങ്കിൽ ഇവിടെ മെനു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മെനു നോക്കൂട്ടോ. ഇത് അവസാനം സ്ഥിരം പറയാറില്ല, അവർക്ക് പറയും. ഭയങ്കര നോട്ടാണ്. എനിക്കറിയാം, ഈ പോക്ക് കണ്ടറിയാം ഇങ്ങോട്ടുള്ള പോക്കാണ്. സ്ഥിരം പറയാറില്ല അവർ. ഒരു ടെൻഡർ കോക്കനറ്റ്, പിന്നെ ഒരു ഇത് കുൽഫി നട്ടും. വേണ്ട വരണ്ടേ? കുട്ടീനെ എടുത്തോളൂ, ഞാൻ കഴിക്കട്ടെ. അല്ലെങ്കിൽ കഴിക്കാനായ ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ ഞാനോട്ടോ പിടിക്കല്ലേ, അത് വേറെ. അത് കുട്ടീനെ ഉറക്കിയിട്ട് ഇന്റെ അടുത്ത് തന്നവനോട് ഉറന്നാലോന്ന് എഴുതിയിട്ടല്ലേ. അതെ. പിന്നെ കസ്റ്റമർ സർവീസ് ഒക്കെ അടിപൊളിയല്ലേ. ഇതിന്റെ റിവ്യൂ പറയാൻ വന്നാ? ഇതിന്റെ റിവ്യൂ പറയാൻ വന്നാ? അത് ഗൈസ് അനക്കെന്താ വേണ്ട? അനക്കെന്താ വേണ്ട? എന്തേലും വേണോ? ഇവയും മിണ്ടാണ്ടിരിക്കുന്നൊക്കെ ഇനി അവിൽ മിൽക്ക് വന്നിട്ട് ഒച്ചുണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് ഗൈസ്. നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. അതാണ് നല്ല മീൻ വറുത്ത മണം വരുന്നുണ്ട് ഏട്ടാ. അറിയില്ലട്ടോ ചേച്ചി, മീൻ ഇവിടെ മണം പിടിക്കാനല്ലോ. ഒന്ന് ആണോ? മണം പിടിക്കാനാണോ ഒന്ന് ഇവിടേക്ക്? പക്ഷെ നല്ല മണം. അപ്പൊ ഇനി അവിൽ മിൽക്ക് വരട്ടെ ഗൈസ്. ഇത് കുൽഫി, ഇത് ടെൻഡർ കോക്കനട്ട്. രണ്ടും പകുതി പകുതി ആയിരിക്കും. ഇത് അണക്ക് വേണോ? അണക്കെന്താ വേണ്ട? അണക്കൊന്നുമില്ല. അച്ഛനമ്മയും കഴിക്കട്ടെ. അറിയായിരുന്നു ഇതിനാണ് വെയിറ്റ് ചെയ്തത്. ഇതുവരെ ചിരിച്ചു കളിച്ചോണ്ടിരുന്നായിരുന്ന ആള് ഇതിനാണ് വെയിറ്റ് ചെയ്തത്. അണക്ക് അവർക്ക് കുടിക്കാൻ പറ്റാത്തതില്ല, ഞങ്ങൾക്കാണ് കഴിക്കാനും സമ്മതിക്കില്ല. ഈ അമ്മയുടെ അതേ സ്വഭാവം അല്ലെ, എങ്ങനെ ചൊറിഞ്ഞോണ്ട്. നോക്കി നോക്കിയേ. വേറൊരു കാര്യം പറയട്ടെ, നിന്റെ സ്പൂണൊക്കെ അത് സ്പൂണ് എവിടെ ഉണ്ടേ? ഈ ചൂടാവല്ലേ, സ്പൂണ് തന്നല്ലോ. സ്പൂണ് ഞാൻ എടുത്തു തരാം. അതിന്റെ ഇതാണ് ഫ്ലേവർ. ടെൻഡർ കോക്കനട്ട്. അപ്പൊ ഇന്റെ കുൽഫി അല്ലേ?
ഏത് രസം? ഏട്ടന്റെ രസം. പക്ഷെ ഞാൻ തന്നെ നട്സ് ഒക്കെ എടുത്തിട്ട് തരാട്ടോ. ഇതല്ലേ എപ്പോഴും അങ്ങനെ തന്നെ ഗൈസ്. മനസ്സ് നന്നാവണം, അപ്പോഴേ നല്ല കിട്ടുള്ളൂ. ഇതിപ്പോ ഏട്ടൻ ഓർഡർ ചെയ്തു കേട്ടോ. ഞാനെങ്ങനെ മെനു നോക്കിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലേറെ തോൽവേരി. വേറെ കാര്യം ഇവിടെ കൊണ്ട് നമ്മളെ എവിടെയും ഭക്ഷണം കഴിക്കാനൊക്കെ പോയി കഴിഞ്ഞാലേ എൻ്റെ കഴിക്കലും കഴിഞ്ഞാൽ 1.5 മണിക്കൂർ നമ്മളെ കഴിക്കലേ കഴിയുള്ളൂ. എന്തെങ്കിലും ജ്യൂസൊക്കെ ആണെങ്കിൽ പ്രത്യേകം മണപ്പം നോക്കി എൻ്റെ പകുതിയായി, അവളുടെ എപ്പോഴും തുടങ്ങിയിട്ടേ ഉള്ളൂ. എൻ്റെ അവസ്ഥ ഞാൻ ലോകത്തുള്ള എല്ലാ ഡാഡികൾക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ലിവിയ എൻ്റെ കഴിക്കൽ കഴിയുമ്പോഴൊക്കെ ഇതൊരു 20 മിനിറ്റ് അല്ല, ഇതൊരു 20 മിനിറ്റ് വ്ളോഗാവും ചെയ്യും എൻ്റെ കഴിക്കൽ കഴിയുമ്പോഴേക്ക്. ഒന്നും കൂടി പറയണോ? എന്നാ ഇന്ത്യയും കൂടി മതി, ഞാൻ കൂടി എടുത്ത് കയറ്റിക്കോ. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കുത്തി കയറ്റ്. എങ്ങനെ കഴിക്ക്. ആരും ഇങ്ങനെ തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. കാരണം എവിടെ മൈക്കണ്ടേ, നമ്മളിങ്ങനെ പ്രസവിച്ച് ഇത്രയും വേദനയൊക്കെ അനുഭവിച്ച് പ്രസവിച്ച് അതുപോലെ കുട്ടികളൊക്കെ ഞാൻ നോക്കുന്നതിന് ഇവരിങ്ങനെയൊക്കെ ചെയ്യണം. അതിനിപ്പോ പാവം തന്നിട്ട് കാര്യമൊന്നുമില്ല. അവര് അവരെ ഡ്യൂട്ടിയാണ് അതൊക്കെ. ഞാനൊരു സിമ്പിൾ ഒരു കാര്യം പറഞ്ഞുതരാം. ഒരു അമ്മയുടെ കടമ എന്താ അറിയോ? ജനിച്ചിട്ട് മുലപ്പാൽ കൊടുക്കുന്ന വരെയുള്ളൂ നിങ്ങൾക്ക് പണിയുള്ളൂ. അത് കഴിഞ്ഞാൽ കുട്ടി കല്യാണം കഴിക്കുന്നവരെ നോക്കേണ്ടത് ആരാ അറിയാം? നമുക്ക് കണ്ണോണ്ട് നോക്കണ കാര്യമല്ല ഈ പറയുന്നേ. വളർത്തി വലുതാക്കണേ പറഞ്ഞേ. നമ്മള് ചോറും കറിയും കൊടുത്ത് വലുതാന്ന് പറഞ്ഞാൽ ചോറും കറിക്കുള്ളത് ഉണ്ടാക്കണേ അത്തക്കന്മാര് പോയിട്ട് കഷ്ടപ്പെടണം. പിടിക്ക്. ചോറും കറി ഉണ്ടാക്കി കൊടുത്ത കുട്ടികളൊന്നും വളരുമോ? വളരും. രണ്ടും നോക്കി കുടിക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ നിർബന്ധിച്ചിട്ട് കാര്യം. വിദ്യാഭ്യാസം ഒന്നും കൊടുക്കണില്ലല്ലോ, അണക്കേ ഇല്ല. പിന്നെ അല്ലാതെ പിന്നെ കുട്ടിക്ക് എങ്ങനെ കൊടുക്കുന്നത്? ഉറങ്ങി കേട്ടോ. ഉറങ്ങി. പിന്നെ അവരോട് പറഞ്ഞേക്ക് വേ വന്ന ക്ലാസ് വാങ്ങിയിട്ടില്ല. ഞാൻ അതിപ്പോ കഴുകി ബാഗിലിട്ട് കൊണ്ടുപോകും. നോസിന്ന് എന്താ എഴുതിയിട്ടുണ്ടെങ്കിലും അല്ല. പിന്നെ 2 കൈ ഞാൻ കൊറേ നേരം ഇത് പിടിച്ച് നിൽക്കൽ തുടങ്ങി. ക്ലാസ് വേണ്ടി ഗായ്സ്. അന്റെ സ്വഭാവം വീഡിയോയില് കാണിക്കാൻ കേട്ടില്ല. അടിച്ചു മാറ്റി കൊണ്ടുപോകണം. നിന്റെ കുലത്തൊഴിലൊന്നും ഇവിടെ പുറത്തെടുക്കേണ്ട ആവശ്യമില്ല. കേട്ടില്ലേ? ഇങ്ങനെ കൊറേ ക്ലാസ്സുകൾ വീട്ടിലുണ്ട്. കഴിക്കാൻ പോയ പ്ലേറ്റ് ഇതിന്റെ കച്ചവടാണ്. ഹോട്ടലിൽ കഴിക്കുമ്പോ പ്ലേറ്റ് ഒക്കെ എടുത്ത് വയറിന്റെ അവിടെ വെച്ചിട്ട് കൊണ്ടുപോകും. അതെ, അതുകൊണ്ടാണ് ആരുടെ പരിപാടി ഇത്ര കറക്റ്റ് ആയിട്ട് പറയുന്നേ അറിയോ? എന്താ ഈ ക്ലാസ് എടുത്ത് പുറത്തേക്കിട്ട് ഇങ്ങനെ കാണിച്ചാലപ്പോ ഒരു വരുമോ? ക്ലാസ്. അപ്പൊ നമ്മളുടെ പരാക്രമൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവാണ് അല്ലേ? അതെ, അല്ല എന്താ മഴയും ചാറലും തുടങ്ങി. പിന്നെ ഒരാള് പതുക്കെ കിടക്കുന്നു. നീ പോകുന്ന വഴിക്ക് ആളില്ലാത്ത എവിടെയെങ്കിലും നിർത്തിയിട്ട് വേണം അവന് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവന് വണ്ടിയിൽ പോകുന്നത് ഇഷ്ടാട്ടോ, ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിട്ട്. അപ്പൊ അങ്ങനെ മിണ്ടാണ്ടിരിക്കും. വണ്ടി നിർത്തിയോ? അതൊന്നാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് AC ഇട്ട് കൊടുത്തില്ല. തണുപ്പത്ത് ഇങ്ങനെ അവൻ കടന്നുറങ്ങിപ്പോകും. എന്തിനാ AC ഇട്ടേക്കുന്ന? എന്റെ ചില്ലൊക്കെ ഓപ്പണാ, ഗ്ലാസ് ഒക്കെ ഓപ്പണാ. ബസ്സുകാരാവും, അവർക്ക് വായു ഗുളിക വാങ്ങാൻ പോവാണ്ട്. അതാണ് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവര് പതുക്കെ പോയിട്ട് പാല് കുടിക്കാൻ തന്നെയാണ് അല്ലേ? അല്ല, പാല് നേരത്തെ കൊടുത്താണല്ലോ. കുറച്ചും കൂടി കൊടുത്തതാ. എനിക്ക് ചെരുപ്പൊക്കെ വാങ്ങണ്ടായിരുന്നു. ആണിക്കിനി ചെരുപ്പും 4-5 ജോഡി ഡ്രസ്സൊക്കെ എടുത്ത് ഞാൻ പോവാ കുട്ടീനെ എടുത്തിട്ടേ. വേറെന്തൊക്കെയാ വേണ്ട? ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നാല് ചെരുപ്പും ഡ്രസ്സും ഒക്കെ വേണം. വേറെന്തേലും വേണോ? പക്ഷെ ജ്യൂസ് കുടിക്കാൻ നല്ല ഇഷ്ടം, ചായ കുടിക്കാൻ. അനക്ക് ഓർമ്മ നമ്മള് പണ്ട് കോഴിമുട്ട 140 രൂപ 30 എണ്ണം.
ലാഭാണ് ഒരു 30 രൂപ ലാഭം ഉണ്ടായിരിക്കും. ഒന്നിന് 7 രൂപ 6 രൂപ അല്ലേ? അറിയില്ല കേട്ടോ. വണ്ടി നിർത്തിയിട്ട് തിരിച്ചോട്ടും ചോദിച്ചു നോക്കി വന്നാലോ? എന്റെ പൊന്ന്, ഫ്രഷ് പുതിയത് അല്ലേ? ഇവിടുന്ന് അങ്ങനെ പുതിയത് ഇറക്കണ്. ലിവിയെ, എന്റെ അമ്മ പുതിയത് അടിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അവൻ തന്നെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ തന്നെ മനസ്സിലായി അമ്മടെ ചളിവാരിയടി. ആ, എന്താ ചെയ്യണ മോനെ, നമ്മള് സഹിക്കുക. അടിപൊളിയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മല. അപ്പൊ ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. നല്ല മഴയും പെയ്തു. അത് മാത്രല്ല ഇരുട്ടായി. പിന്നെ അവന് നന്നായി കരയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് സൈഡിൽ വണ്ടി നിർത്തിയിട്ട് പാലെല്ലാം കൊടുത്തു. ഞങ്ങളെന്താ പാൽ കൊടുക്കുമ്പോ വെച്ച് കഴിഞ്ഞാല് ഈ തുണി വെച്ച് ഇങ്ങനെ മറച്ചിട്ട് പാല് കൊടുക്കുക ചെയ്യാറ് അല്ലേ? ആരും അല്ല പറയും നമ്മള്, ഞങ്ങൾ അങ്ങനെ ചെയ്യാറ്. എന്തായാലും പാല് കുടിച്ചു, ആൾക്ക് കുഴപ്പമില്ല. ഇനി എങ്ങനെയും വീട്ടിൽ പോട്ടെ, വല്ലാതെ ഇരുട്ടാവാൻ നിക്കുന്നില്ല. അപ്പൊ ഞങ്ങൾ ചെറിയൊരു വ്ളോഗായിട്ട് എടുത്തതാണ് ഞങ്ങള്. കാരണം വീട്ടിൽ നിന്ന് പോരാതെ പുറത്തേക്ക് പോകുമ്പോ അല്ല മഴ ആയതുകൊണ്ട്. എന്തേ പോട്ടെ, ആള് ചെറുതായിട്ട് വീണ്ടും കരയുന്നുണ്ട് തോന്നുന്നു അല്ലേ? അപ്പൊ എന്തായാലും ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അല്ലേ? അപ്പൊ ഞങ്ങൾ എന്തായാലും പോവാൻ നോക്കട്ടെ, വല്ലാതെ ഇരുട്ടാവുന്നില്ല. വീഡിയോയിൽ കാണുമ്പോൾ ഇട്ടു, പക്ഷെ നന്നായി ഇരുട്ടാവുന്നുണ്ട്. സമയം 6 മണിയായി. അപ്പൊ ഞങ്ങൾ എന്തായാലും പോട്ടെ. അപ്പൊ ഞങ്ങൾ വേറെ വീഡിയോ ആയിട്ട് വരാം അല്ലേ? ബൈ ബൈ.